Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala rasulika amin wa ala alihi wa sahbihi ajma'in wa man tabi'ahum bi ihsan ila yaumiddin. Subhanaka la ilma lana illa ma 'allamtana innaka antal alimul hakim. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Innal ladzina yujadiluna fi ayati llahi bighayri sultanin atahum in fi sudurihim illa kibrun ma hum bibalighi ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദേശം നിറവേറ്റാനുള്ള തൗഫീഖും സന്മനസ്സും ആരോഗ്യവും നമുക്ക് ഓരോരുത്തർക്കും അവൻ പ്രദാനം ചെയ്യട്ടെ. മറ്റൊരു പാപമാണ് ശകുനം നോക്കുക എന്നുള്ളത്. എന്താണ് ശകുനം, അല്ലെ എന്തിനാണ് ശകുനം എന്ന് പറയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ അദ്ബ വല തീറത്ത വല സഫറ വല ഹാമത്ത വല നൗഅ വല ഊല എന്നാണ്. അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്കിടയിലുണ്ടായിരുന്ന ചില വിശ്വാസങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞൊരു വാക്കിലൂടെ മുത്തുനബി എതിർക്കുകയാണ്. 5-6 കാര്യങ്ങളെയാണ് പ്രവാചകൻ ഈ വിഷയത്തിലൂടെ എതിർക്കുന്നത്. നമുക്കറിയാമല്ലോ, ചില സംഘടനകളൊക്കെ ഇറക്കുന്ന കലണ്ടറുകൾ കണ്ടാൽ മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ്, 12 നഹ്സാണ്, സഫർ 10 വരെ നഹ്സാണ്, റബീഉൽ അവ്വൽ 4 നഹ്സാണ്, റബീഉൽ ആഖിർ 10 നഹ്സാണ്, ജുമാദുൽ ഊല 18 നഹ്സാണ്, ജമാദുൽ ആഖിറ 12, റജബ് 12, ശഅബാൻ 16, റമദാൻ മാസം 14, ശവ്വാൽ മാസം 2, ദുൽഖഅദ 10, ദുൽഹിജ്ജ 8 പോലത്തെ ഇസ്ലാമിലെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഇപ്പോൾ ദുൽഹിജ്ജ 8 എന്നൊക്കെ പറഞ്ഞാൽ യൗമു തർവിയാണ്. ഹജ്ജ് ആരംഭിക്കുന്നത് ആ ദിവസത്തിലാണ്. അന്ന് പോലും ചില കലണ്ടറുകളിൽ ശകുനത്തിൻ്റെ ദിവസമാണ്. മുഹറം മാസം പവിത്രമായ മാസമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. എന്നാൽ ആ മാസവും ചില ആളുകൾ നഹ്സായിക്കൊണ്ടാണ് കണക്കാക്കുന്നത്. ചൊവ്വാഴ്ചകൾ അവർക്ക് ചൊവ്വായ ദിവസങ്ങളല്ല. യാത്ര പോകുന്ന ഒരാളെ മടക്കി വിളിച്ചാൽ അതൊരു അശുഭ ലക്ഷണമായി കാണുന്ന ആളുകൾ, മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച പാഞ്ഞാൽ, ഓടിയാൽ, അല്ലെങ്കിൽ റോഡ് മുറിച്ച് കടന്നാൽ, വിലങ്ങ് നടന്നാൽ അത് മോശമായി കാണുന്ന ആളുകൾ. ചിലർ മുഹറം 10 വരെ കല്യാണങ്ങളില്ല, അതേപോലെ മറ്റു ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. സഫർ 10 വരെയും അങ്ങനെ തന്നെയാണ്. ചില അക്കങ്ങൾക്ക് നഹസ് കൽപ്പിക്കുന്ന ആളുകളുണ്ട്. 13-ാം നമ്പർ റൂം ആർക്കും വേണ്ട എന്നാണ്. അതായത് മതപരമായി മതവിശ്വാസങ്ങളില്ലാത്ത ആളുകൾ പോലും, ദൈവനിഷേധികൾ പോലും 13-ാം നമ്പർ റൂം മന്ത്രിമാർക്കും MLA-മാർക്കും വേണ്ട എന്നാണ്. കാരണം രാജിവെച്ച് പോകേണ്ടി വരും എന്നൊക്കെയാണ്. ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ്. അതേപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികളെ കാലാട്ടിയിട്ടുണ്ടെങ്കിൽ ഉമ്മാർ പറയും അമ്മമാർ മരിക്കുന്നതാണ്. അതേപോലെ കാക്ക കുളിക്കുന്നത് കണ്ടാൽ അത് ശകുനമാണ്. രാവിലെ കണി കാണാൻ ചില പ്രത്യേകമായ കാഴ്ചകൾ, അതൊക്കെ അതിൽപ്പെട്ടതാണ്. കണി കാണുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കൊണ്ടാണ് ആൾക്കാരൊക്കെ കണക്കാക്കാറുള്ളത്. എന്തായിരുന്നാലും അങ്ങനെ ഒന്നില്ല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നബി പഠിപ്പിക്കുന്നത്. ലാ അദ്വ, അദ്വില്ല, വല തീറത്ത, തീറത്തില്ല, സഫറില്ല, ഹാമത്തില്ല, നൗഇല്ല, ഊലില്ല. 6 കാര്യങ്ങളാണ്. ഞാൻ വിശദീകരിക്കാം. അദ്വ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ആളുകളുടെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ രോഗം പരത്തുന്നത് അള്ളാഹു അല്ല, മറിച്ച് പിശാച്ചാണ് എന്നാണ്. അങ്ങനെയൊന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്കിലൂടെ പഠിപ്പിക്കുന്നത്. പിശാച് മുഖേനം രോഗം പരക്കുകയില്ല എന്നാണ്.
ജാഹിലിയത്തിലെ ആളുകളുടെ വിശ്വാസം ചില കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അവർ ചാർത്തി പറയാറുണ്ടായിരുന്നു. അതിനാണ് ലാ അദ്വ, അങ്ങനത്തെ ഒരു സമ്പ്രദായം തന്നെയില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം ഈ രണ്ടാമത്തെ വിഷയമാണ്. ലാ തീറത്ത, ശകുനം നോക്കലില്ല. അതായത് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ നേരം വെളുക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ചെയ്യാറുണ്ടായിരുന്നത്, അറബികളുടെ വീട്ടിലൊരു പക്ഷി ഉണ്ടാവും, അതിനെ കൂട്ടിലിടും. ആ കൂട്ടിലിട്ട പക്ഷിയെ നേരം വെളുക്കുമ്പോൾ അവർ തുറന്നു വിടും. ആ പക്ഷി വലത് ഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ അത് ഒരു ശുഭലക്ഷണമായിട്ടും, അത് ഇടത് ഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ അശുഭലക്ഷണമായിട്ടൊരു കണക്കാക്കിയിരുന്നു. വലത് ഭാഗത്തേക്ക് പറക്കുന്നുണ്ടെങ്കിൽ അന്ന് അവർ യാത്ര തുടരും, അവരുടെ കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ഇടത് ഭാഗത്തേക്കാണെങ്കിലോ അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കുകയും ചെയ്യും. കാരണം അവരുടെ വിശ്വാസം അതൊരു അശുഭ ലക്ഷണമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ വിശ്വാസം തന്നെ ഇല്ല, അത് മതപരമായ മതം അതെന്ത് ചെയ്യാണ്, ആ ഒരു വിശ്വാസത്തെ അടിച്ചു തകർക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് ലാ തീറത്ത, ശകുനം നോക്കലില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഹദീസ് ഇൻഷാ അല്ലാഹ് മുഴുവൻ ഞാൻ വായിക്കാൻ പോലെ സഫർ ഇല്ല എന്നാണ്. സഫർ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥമാണ് പണ്ഡിതന്മാരതിന് കൊടുത്തത്. ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്ത്, ഇന്ന ഇദ്ദത്തെ ശുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ ദാലിക ദീനുൽ ഖയ്യിം. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. ആ 12 മാസങ്ങളിൽ 4 മാസം പവിത്രമായ മാസങ്ങളാണ്. പവിത്രമായ മാസങ്ങൾ പറഞ്ഞാൽ തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ, ദുൽഖഅദ, ദുൽഹിജ്ജ, അതേപോലെ മുഹറം, തുടർച്ചയായിട്ട് വരുന്നത്. പിന്നെ ഒന്ന് റജബ് മാസമാണ്. ഈ 4 മാസങ്ങൾ എന്താണ്, അത് പവിത്രമായ മാസങ്ങളാണ്. പവിത്രത പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. എന്നാൽ യുദ്ധക്കൊതിയന്മാരായ മുശ്രിക്കുകൾ, ഖുറൈശികൾ ചെയ്യാറുള്ള എന്താ കാര്യങ്ങൾ, അവർ ഈ സഫർ മാസത്തെ അല്ലെങ്കിൽ മുഹറം മാസത്തിൽ യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മുഹറം മാസത്തിനെ, ആ പവിത്രത അടുത്ത് വരുന്ന സഫർ മാസത്തിലേക്ക് ഒരു മാറ്റി വെക്കും, അങ്ങോട്ടാക്കും. അതായത് ഈ വർഷത്തിലെ മുഹറം മാസത്തിന് പ്രത്യേകതയില്ല, പവിത്രതയില്ല. എന്നിട്ടോ ഈ വർഷം ഞങ്ങൾ പവിത്രത കണക്കാക്കുന്നത് സഫർ മാസത്തിനാണ് എന്ന് അവർ പറയുമായിരുന്നു. അങ്ങനത്തെ ഒരു സമ്പ്രദായമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല സഫറ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. രണ്ടാമത്തതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അറബികളിലൊരു വിശ്വാസം, ഈ വിശക്കുന്നതേ വയറിൻ്റെ ഉള്ളിലൊരു പുഴു ഉണ്ട്, ആ പുഴു ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് വിശക്കുന്നത് എന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ രണ്ട് കാര്യത്തിനെന്തില്ല, മതപരമായി അടിസ്ഥാനമില്ല എന്നാണ് മുത്തനബി പഠിപ്പിക്കുന്നത്. വല ഹാമത്തുമില്ല. ഹാമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ മാത്രം കാണപ്പെടുന്നൊരു പ്രത്യേകതരം പക്ഷിയാണ്. അവരുടെ വിശ്വാസം, ആ പക്ഷി അവരുടെ വീട്ടിലിറങ്ങുകയാണെങ്കിൽ അന്ന് അവിടെ എന്തൊക്കെയോ ഒരു അപകടം സംഭവിക്കും എന്നതിനോട് വിശ്വാസം. നമുക്കിടയിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. കുറ്റിച്ചൂളാൻ പക്ഷി കരഞ്ഞാൽ അന്ന് ആ വീട്ടിൽ മരണം സംഭവിക്കുമെന്നാണ് ചില ആൾക്കാരുടെ വിശ്വാസം. അതേപോലത്തെ ഒരു വിശ്വാസം അറബികൾക്കും ഉണ്ടായിരുന്നു. അതിനെയാണ് വലഹാമത്ത എന്ന വാക്കിലൂടെ അല്ലാഹു റസൂല് അടിച്ചു പൊളിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ വിശ്വസിച്ചിരുന്നത് ഹാമത്ത് പറഞ്ഞാൽ അത് പ്രേതമാണ് എന്നാണ്. അതായത് ഈ മരണപ്പെട്ടു പോയ മനുഷ്യന്മാരുടെ എല്ലുകളാണ്, അല്ലെങ്കിൽ ആത്മാക്കളാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷിയുടെ കോലത്തിൽ വരും, അതാണ് അവർ അതോട് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ സമ്പ്രദായവുമില്ല എന്നാണ് പ്രവാചകൻ ഈ വാക്കിലൂടെ ഉദ്ദേശിച്ചത്. വല നൗ ഇല്ല. നൗ പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ്, അതായത് ഞാറ്റുവേലയാണ്. ഇന്ന ഞാറ്റുവേല മുഖേനയാണ് മഴ വർഷിക്കുന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സമ്പ്രദായവുമില്ല എന്നത് അള്ളാഹു റസൂല് എതിർക്കുകയാണ്. അവസാനത്തത് വല ഊല എന്നാണ്. എന്താണ് ഈ ഊല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അറബികൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, ഒരു പ്രത്യേകമായ പിശാചുക്കളിൽ പ്രത്യേകമായ ഒന്നാണ് ഈ പറഞ്ഞ സാധനം, ഗൈലാൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഉലുവാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേകമായ പിശാച്ചിൽപ്പെട്ടതാണ്. ആ പിശാച്ച് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി നടക്കുന്ന ആളുകളെ അത് പ്രത്യേകമായി വഴി തെറ്റിക്കും. നമ്മളെ കാലത്തൊരു വിശ്വാസം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പഴയ കാലത്ത്
പറഞ്ഞിരുന്നത് ഒടിയെന്നാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ പൊട്ടിച്ചൂട്ട്, അത് മനുഷ്യനെ വഴി തെറ്റിക്കും, എത്ര പോയാലും കാണാം അങ്ങോട്ട് തന്നെ എത്തണ് എന്നുള്ളതാണ്. ആ വിശ്വാസത്തിനെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തത്. അപ്പോൾ നമ്മളിവിടെ മറ്റു 5 കാര്യങ്ങളെയും നമ്മൾ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ വിശദീകരിക്കുന്ന, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തീറത്താണ്, എന്ന് വെച്ചാൽ ശകുനം നോക്കലാണ്. അത് അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ, അഥവാ ഈ ശകുനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ തന്നെ അത് എന്തിലറിയങ്ങൾ ഫഅ്ല് എന്നാണ് അതിന് പറയാം. അത് ശുഭലക്ഷണം എന്നാണ്. നബിക്കത് ഇഷ്ടമായിരുന്നു. എന്താണ് ആ ഫഅ്ല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുൽ ഫഅ്ലു അൽ ഹസനു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല ശുഭലക്ഷണം നബിക്ക് ഇഷ്ടമായിരുന്നു. വയക്റഹു തീറത്ത, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശകുനത്തെ വെറുക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഫഅ്ൽ, എന്താണ് ശുഭലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സമീഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തീറത്ത, ശകുനം നോക്കലില്ല, വഖൈറുഹാ അൽ ഫഅ്ലു, എന്നാൽ അത് ഏറ്റവും ഉത്തമമായത് എന്താണ്? ഫഅ്ലാണ്. അപ്പോൾ സഹാബാക്കൾ നബിയോട് ചോദിച്ചു, വമൽ ഫഅ്ലു യാ റസൂലല്ലാഹ്, നബിയെ തീറത്തില്ല, ശകുനല്ല, പക്ഷേ ശുഭലക്ഷണമുണ്ട്, ഫഅ്ലുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് നബി ഫഅ്ൽ എന്താണ്? അതുള്ള ഉദ്ദേശം എന്താണ്? നബി പറഞ്ഞേ, അൽ കലിമത്തു സ്വാലിഹ യസ്മഉഹാ അഹദുക്കും, നിങ്ങൾ കേൾക്കുന്ന നല്ലൊരു വർത്തമാനമാണ്, നല്ലൊരു സംസാരം, അത് ആളുകൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളൊരാളെ ആൾക്കിലേക്ക് പോയി, ഉദാഹരണത്തിന് പിരിവ് ചോദിക്കാനേ ഇരിക്കുക, അപ്പോൾ അയാൾ തന്നില്ല എന്നുള്ള മാത്രമല്ല, ഒരു മോശമായ വർത്തമാനം പറഞ്ഞാലോ നമ്മൾ പറയും അല്ലേ, അതൊരു മോശമാണ്. നേരെ മറിച്ച് പൈസ അല്ല അയാളുടെ അടുത്ത്, പക്ഷെ നല്ലൊരു വർത്തമാനം പറഞ്ഞ അയാൾ ഇല്ലായിട്ടാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ശുഭലക്ഷണം ഉണ്ടല്ലോ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുഭലക്ഷണമായി, നല്ല ലക്ഷണമായി കൊണ്ട് മുത്തുനബി എണ്ണി പറഞ്ഞതാണ്. അത് ഏതിലൊക്കെയെന്നുള്ളത് നബി പറഞ്ഞു. ഭാര്യമാരിൽ, വീടിൽ, വാഹനം എന്നിവയിൽ അതുണ്ട് എന്നാണ്. മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയണേ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു, നബി പറയാറുണ്ടായിരുന്നു, ലാ ഹാമത്ത വലാ അദ്വ വലാ തീറത്ത വഇൻ തകുൻ തീറത്തു ഫീ ഷൈഇൻ, അതായത് ഹാമത്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്വയില്ല, പിശാച് മുഖേന രോഗം പരത്തലില്ല, അതേപോലെ തന്നെ കുറ്റിച്ചൂടാൻ പോലത്തെ പക്ഷികൾ കരയുമ്പോൾ മരണം സംഭവിക്കുകയില്ല, അതേപോലെ ശകുനവുമില്ല. അപ്പോൾ ഇനി ശകുനം ഉണ്ടെന്ന് വിചാരിക്കുക, നബി പറയാം, എന്നാൽ അതെന്തിലറിയങ്ങൾ? ഫഫിൽ ഫറസി, അത് കുതിരയിലാണ്, വൽ മർഅത്തി, ഭാര്യയിലാണ്, വദ്ദാരി, വീട്ടിലാണ്. എന്ന് വെച്ചാൽ കുതിര പറഞ്ഞാൽ വാഹനത്തിലാണ്. ഒരു നല്ല വാഹനം ഉണ്ടാവുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. നല്ലൊരു ഭാര്യ ഉണ്ടാവുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. നല്ല വീടുണ്ടാവുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. നല്ല വീട് കാരണം എന്താ അർത്ഥം? അതായത് ഒരുപാട് വലിയ വീട് എന്നല്ല, ഒരു സൗകര്യപ്രദമായ ഒരു വീട്, അല്ലലും അലട്ടലും ഇല്ലാതെ പൊളിഞ്ഞാടിക്കിടക്കാത്ത, ഒരു വൃത്തികേടില്ലാത്ത അങ്ങനത്തെ ഒരു വീട്. ഭാര്യ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, കച്ചറയില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, ഇങ്ങനെ ചീഞ്ഞ മഴൻ്റെ മാതിരി ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ പൊട്ടിയൊലിക്കാത്ത അങ്ങനത്തെ ഒരു ഭാര്യ. എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും മതി വരാത്തവളല്ല, എത്ര കിട്ടിയിട്ടില്ലെങ്കിലും അതിന് നന്ദി കാണിക്കുന്ന, ഒരു നല്ല വർത്തമാനം പറയുന്ന ഒരു ഭാര്യ. ഭർത്താവിനെ പ്രയാസപ്പെടുത്താത്ത, ഭർത്താവിൻ്റെ മക്കളെ നോക്കുന്ന, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തും സമ്പത്തും അതേപോലെ തന്നെ അവളുടെ ശരീരവുമെല്ലാം സംരക്ഷിക്കുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണ്. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവും അതാണല്ലോ. നബി പറഞ്ഞേ, അദ്ദുനിയ മത്ത, ദുനിയാവ് മുഴുവനും വിഭവങ്ങളാണ്. അതിൽ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ പെണ്ണാണ്. ആ പെണ്ണിൻ്റെ ഉദാഹരണം നബി പറഞ്ഞു, നീ അവളിലേക്ക് നോക്കിയാൽ നിനക്ക് ഇഷ്ടപ്പെടും, എന്നുവെച്ചാൽ നിനക്ക് വെറുപ്പുണ്ടാക്കൂല. നീ അവളോട് വല്ലതും കൽപ്പിക്കുകയാണെങ്കിലോ സംസാരിക്കുകയാണെങ്കിലോ അവൾ നിന്നെ അനുസരിക്കും. നിന്റെ അസാന്നിധ്യത്തിൽ നിനക്ക് വേണ്ടി സംരക്ഷിക്കേണ്ടത് അവൾ സംരക്ഷിക്കും, നിന്റെ മക്കളെ സംരക്ഷിക്കും, നിന്റെ സമ്പത്ത് നോക്കും എന്നൊക്കെയാണ് മുത്തുനബി അതിന് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ വിശേഷണമായിക്കൊണ്ട് പറഞ്ഞതാണ്. അപ്പം അതാണ് നല്ല ലക്ഷണം എന്ന് പറയുന്നത് അല്ലേ. നമുക്കൊരു വാഹനമുണ്ട്, എത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സ്റ്റാർട്ടാവില്ല. ആ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ആൾക്കാർ മുഴുവനും അറിയും അങ്ങനത്തെ ഒരു വണ്ടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേടാണ്, എന്നും കേടാണ്. അതിന് അള്ളാഹിനെ തൗഫീഖോട് കൂടിയിട്ട് വർക്ക് ഷോപ്പ് നടക്കാൻ കൂടുതലില്ല. എത്ര പോയാലും പ്രയാസമാണ്. കുറച്ചെണ്ണം പോയാൽ അവിടെ നിൽക്കും, പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ പോകുള്ളൂ.
അങ്ങനെ എല്ലാവരും വിഷമിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു വാഹനമല്ല. ഭാര്യയും അങ്ങനെ തന്നെ, വീടും അങ്ങനെ തന്നെ. അതാണ് ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത്. വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ പ്രകാരമാണ്, വലാഅദു വലാ തീറത്ത, അതായത് പിശാച് മുഖേന രോഗം പരത്തലില്ല, ശകുനവുമില്ല. വശുഉമു ഫീ സലാസിൻ, എന്നാലേ 3 കാര്യത്തിലാണ് ലക്ഷണക്കേടുള്ളത്. 3 കാര്യത്തിലാണ്. ഏതൊക്കെയാണ്? ഫിൽ മർഅത്തി, ഒന്ന് ഭാര്യയിലാണ്, വദ്ദാരി രണ്ടാമത്തെ ഭർത്താവ് വീടിൻ്റെ വിഷയത്തിലാണ്, മൂന്നാമത്തെ വദ്ദാബത്തി മൃഗത്തിലാണ്. മൃഗം എന്ന് പറഞ്ഞാൽ അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്, വാഹനത്തിനായി ഉപയോഗിച്ചിരുന്നത് മൃഗമായിരുന്നു. ആ അർത്ഥത്തിലാണ് മൃഗം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇന്നാണെങ്കിലോ വാഹനമാണ്, ഭാര്യയാണ്, വീടാണ്. ഈ 3 കാര്യത്തിലാണ് ലക്ഷണക്കേട് അല്ലെങ്കിൽ അശുഭ ലക്ഷണമുള്ളത്. ഈ 3 കാര്യത്തിലാണെന്നാണ് നബി നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അതിലുള്ള ലക്ഷണക്കേട് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാരെ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഭാര്യയിലുള്ള ലക്ഷണക്കേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിക്കാത്തത് ഒരു ലക്ഷണക്കേടായി എണ്ണിപ്പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അത് യഥാർത്ഥ ലക്ഷണക്കേടല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കുഴപ്പമല്ല, അത് പടച്ച റബ്ബിൻ്റെ വിധിയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാവ് കൊണ്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ആളുകൾ ഭാര്യ, അതായത് ഒരാൾക്കും ഒരു സമാധാനം കൊടുക്കൂല, അങ്ങനത്തെ ഭാര്യയാണ്. ഭർത്താവ് എത്ര നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നന്മകളെ കാണാതെ തിന്മയെ മാത്രം നോക്കിക്കാണുന്ന പെണ്ണ്, അവളെ നാവാണെങ്കിലോ വലിയ മൂർച്ചയാണ്. അതേപോലെ തന്നെ അവളുടെ സ്വഭാവമാണെങ്കിൽ വളരെ മോശമാണ്. എത്ര പറഞ്ഞാലും ബോധ്യപ്പെടാത്ത, എത്ര ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും ഉപദേശം സ്വീകരിക്കാത്ത അങ്ങനത്തെ ഒരു ഭാര്യ, അതാണ് ഭാര്യയിലുള്ള ലക്ഷണക്കേട് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. വീട്ടിലുള്ള ലക്ഷണക്കേട് പറഞ്ഞെങ്കിലോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യമില്ലാത്ത വീടാണ്. അതേപോലെ തന്നെ അതിൻ്റെ അയൽപ്പക്കക്കാരെ മോശമായ അയൽപ്പക്കക്കാരാണ്. ഈ അയൽപ്പക്കക്കാർ നന്നാവുക എന്നുള്ളത് ഒരു വല്ലാത്ത കാര്യമാണ്. നമ്മൾ സലഫുകളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരാളോട് നിങ്ങളുടെ വീട് ഞാൻ വിൽക്കണം ചോദിച്ചപ്പോൾ, ആ ശരി ഞാൻ വിൽക്കാം. അപ്പം അതിന് അദ്ദേഹം ആ വീടിൻ്റെ ഇരട്ടി വില പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അതല്ല എന്തേ നിങ്ങൾ ഇങ്ങനെ ഇരട്ടി പറയണം, എന്താ അത്രയൊന്നും കിട്ടൂലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, പകുതി എൻ്റെ വീടിനുള്ള വിലയാണ്, പകുതി എൻ്റെ അയൽവാസിക്കുള്ള വിലയാണെന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൽവാസി നന്നാവുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് മോശമായ അയൽവാസി എന്ന് പറയുന്നത് ആ വീട്ടിൻ്റെ ലക്ഷണക്കേടാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് ബാങ്ക് കേൾക്കാത്ത വീട്, ആ വീട് ലക്ഷണക്കേടാണെന്നാണ്. ബാങ്ക് കേൾക്കണില്ല ആ വീട്ടിലേക്ക്, പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതാ. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ യംബഗി ലിഅഹദിൻ അൻ യസ്കുന ബൽദത്തൻ ലൈസ ഫീഹാ ആലിമുൻ വലാ തബീബ്. ഒരു പണ്ഡിതനും അതേപോലെ തന്നെ ഡോക്ടറും ഇല്ലാത്ത നാട്ടിൽ ഒരാൾ താമസിക്കാൻ പാടില്ല എന്നാണ് ഇമാം ഷാഫിൻ്റെ വാക്കാണ്. അതായത് മനുഷ്യൻ്റെ ശാരീരികപരമായ ന്യൂനതകളെ പരിശോധിക്കുന്ന ഡോക്ടർ, അതേപോലെ തന്നെ എന്നാൽ ആത്മീയമായ അവൻ്റെ കാര്യങ്ങൾക്ക് ദാഹം തീർത്തു കൊടുക്കാൻ അറിവുള്ള പണ്ഡിതന്മാരും, ഈ പണ്ഡിതനില്ലാത്ത നാട്ടിൽ, അതേപോലെ തന്നെ ഒരു ഡോക്ടർ ഇല്ലാത്ത, വൈദ്യനില്ലാത്ത നാട്ടിലും നിങ്ങൾ താമസിക്കരുതെന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചില പണ്ഡിതന്മാരങ്ങനെയാണ്. അതുകൊണ്ട് ബാങ്ക് കേൾക്കാത്ത വീട് ഒരു ശുഭലക്ഷണമായിട്ടല്ല പണ്ഡിതന്മാർ കാണുന്നത്, അശുഭലക്ഷണമായി കൊണ്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ വീട്ടിൽ നബി പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും മോശമായ വീട് ഏതാണ്? അത് ഖുർആനിൽ നിന്ന് അല്പം പോലും വായിക്കാത്ത വീടാണെന്നാണ്. ഖുർആനിൽ നിന്ന് അല്പം പോലും വായിക്കാത്ത വീടുകൾ വെച്ചിട്ട് ഏറ്റവും മോശമായ വീട്, ഏറ്റവും നിന്ദ്യകരമായത് അള്ളാഹിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നൊന്നുമില്ലാത്ത വീടാണെന്നാണ്. അള്ളാഹിൻ്റെ ഗ്രന്ഥം ഇല്ലാത്ത കാരണം അവിടെ ഖുർആൻ്റെ കോപ്പികളില്ല എന്നല്ല. ഖുർആൻ്റെ കോപ്പിയൊക്കെ ഉണ്ടാവും, ഷോക്കേസിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും, പരിഭാഷ ഉണ്ടാവും, അതെല്ലാവരും ഒക്കെ പരിഭാഷ ഉണ്ടാവും, ഖുർആൻ്റെ എല്ലാ കോപ്പികളും ഉണ്ടാവും. എന്നാലും അതൊടുത്ത് മറിച്ച് നോക്കൂല, എന്താ അതിലുള്ളത് എന്നുള്ളത് അറിയില്ല. അങ്ങനത്തെ വീടുകളാണ്, അതാണ് വീടിൻ്റെ ലക്ഷണക്കേട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാഹനത്തിൽ ലക്ഷണക്കേട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, അതിമെന്ത് ചെയ്യാൻ കഴിയില്ല, കയറാൻ കഴിയണില്ല, സീറ്റ് മോശമാണ്, ടയർ മോശമാണ്, രോഗമുള്ളതാണ്. രോഗമുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗമാകുമ്പോൾ രോഗമുള്ളതാണ്, വാഹനമാകുമ്പോഴാണെങ്കിലോ കേടുള്ളതാണ്, തകരാറ് സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു കൃത്യമായി സന്തോഷത്തോടു കൂടി ഒരു യാത്ര കഴിഞ്ഞ് വരാൻ സാധ്യമാകാത്ത വാഹനമാണ്. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ലക്ഷണക്കേട് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, മിൻ സഅദത്തിൽ മർഇ, ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ഈ പറയുന്ന 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ സൗഭാഗ്യവാനാണെന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽ
പറഞ്ഞ, അതായത് സൗഭാഗ്യവാനാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ. ഇതൊക്കെയാണ്: ഒന്ന്, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്. രണ്ടാമത്തെ ഒരു മസ്കനു സ്വാലിഹ്, ഒരു നല്ല വീടാണ്. മൂന്നാമത്തെ ഒരു മർക്കബുൽ ഹനിയ, നല്ല ഒരു വാഹനമാണ്, കേടുവരാത്ത, പിന്നെ പ്രയാസങ്ങളില്ലാത്ത, യാത്ര ചെയ്യാൻ സുഖകരമായ ഒരു വാഹനം. അതേപോലെ തന്നെ നല്ല ഒരു വീട്. മറ്റു ഇതുള്ളതല്ല, നേരെ മറിച്ച് അതായത് വലിയ സൗകര്യങ്ങളൊന്നുമുള്ള വീടല്ല, വീട് ചെറിയതാണ്, പക്ഷെ എന്താ കാണാനൊരു രസമുള്ളതാണ്, സൗകര്യങ്ങളുള്ള വീടാണ്. അതേപോലെ ബുദ്ധിമുട്ടുകളില്ല, പൊളിഞ്ഞാടിയിട്ടില്ല, പെയിൻറ് പോയിട്ടില്ല. അങ്ങനെയുള്ള കണ്ടാൽ തന്നെ അങ്ങനെ ഉണ്ടല്ലോ, ചില വീടുകൾ അങ്ങനെയാണ്. ആ വീട് ചെറുതായിരിക്കും പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ വീട് വലിയൊരു വീടായിരിക്കും പക്ഷെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, അതാണ് അൽ മസ്കനു സ്വാലിഹ് പറഞ്ഞാൽ. പിന്നെ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു സ്ത്രീ, ഇതാണ് ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതെന്നാണ്. ഒമിൻ ശഖാവത്തിൽ മർഇ, എന്നൊരു മനുഷ്യൻ്റെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണെങ്കിലോ, അഥവാ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് ആർക്കെങ്കിലും ഉള്ളതെങ്കിൽ അത് ദൗർഭാഗ്യവാനാണ്. എന്തൊക്കെയാണത്? അൽ മർഅത്തു സൂ, മോശമായ സ്ത്രീ, ഭാര്യ. വൽ മസ്കനു സൂ, മോശമായ വീട്. വൽ മർക്കബു സൂ, അതേപോലെ തന്നെ മോശമായ വാഹനവും. മോശമായ വാഹനമാണ്, മോശമായ താമസ സ്ഥലമാണ്, മോശമായ ഭാര്യയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പിന്നെ ശകുനം നോക്കുക എന്നുള്ളത് മുസ്ലിം പറഞ്ഞാന്തരങ്ങൾ ചിർക്കിൽപ്പെട്ടതാണെന്നാണ്. അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നതിൽപ്പെട്ടതാണ് എന്ത്? ഈ പറഞ്ഞ ശകുനം നോക്കൽ. കാരണം അതാണല്ലോ, ഇപ്പോൾ ഒരു പക്ഷി കരഞ്ഞു, അപ്പോൾ നമ്മൾ പറയാണ് അവിടെ എന്തുണ്ട്? മരണം സംഭവിക്കും. മരിപ്പിക്കണതാരാ? ഈ പക്ഷിയുടെ കരച്ചിൽ മുഖേനയാണ് അവിടെ മരിക്കുന്നതെന്നുള്ള വിശ്വാസം. അതുകൊണ്ട് മുസ്ലിം പറഞ്ഞു അത്തീറത്തുമിന ശിർക്കി, ശകുനം നോക്കൽ ശിർക്കിൽപ്പെട്ടതാണ്. അത് ശിർക്കിൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല അതാണ് റസൂൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിർക്കിൻ്റെ മാത്രമല്ല, അത് ശിർക്ക് തന്നെയാണെന്ന് പറഞ്ഞു വസല്ലം. അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ, ശകുനം നോക്കൽ ശിർക്കാണ്, ശകുനം നോക്കൽ ശിർക്കാണ് എന്ന് പോലും അല്ലാഹു റസൂൽ പറയുകയുണ്ട്. അതുകൊണ്ട് ഒരു കറുത്ത പൂച്ച നമ്മുടെ യാത്രയെ മുടക്കരുത്. നമ്മൾ വഴിക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചു, മക്കൾ വിളിച്ചു, അല്ലെങ്കിൽ അയൽവക്കാർ വിളിച്ചു, എങ്ങോട്ടാ പോകണോ ചോദിച്ചു, വഴി ചോദിക്കാമെന്ന് തന്നെ പറയാം. വഴി ചോദിച്ചാൽ അത് നമ്മുടെ യാത്ര മുടക്കാനുള്ളൊരു മാർഗമായി നമ്മൾ കാണരുത്. കാരണം ഒരാൾക്കും നമ്മുടെ വഴിയെ മുടക്കാനോ, ഒരാൾക്കും നമ്മളുടെ അള്ളാഹു തആല വിധിച്ച കാര്യങ്ങൾ തടയുവാനോ പടച്ചറബ്ബിനല്ലാതെ മറ്റൊരാൾക്കും തന്നെ എന്തല്ല സാധ്യമല്ല. ഇനി ഇങ്ങനെ ഉണ്ടാകും ഒരു മനുഷ്യന്. എന്താ സംഭവം കാര്യങ്ങൾ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടത്. അതായത് എത്രയാണെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നത് പോകൂല എന്നാണ്. നല്ല പരിഹാരം എന്താ പറയുക? ഒന്ന്, തവക്കുലാക്കുക എന്നുള്ളതാണ്. പടച്ചറബ്ബിലെല്ലാം തവക്കുലാക്കുക. കാരണം എന്താ അല്ലാഹു റസൂൽ പറഞ്ഞ എന്താ പറയുക? വലകിന്നല്ലാഹ യുദ്ഹിബു ബിത്തവക്കുലി, ഇങ്ങനത്തെ ചിന്തകളെ മനുഷ്യ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കാൻ സാധിക്കുക തവക്കുലിന് മാത്രമാണെന്നാണ്. പടച്ചറബ്ബിൽ പരമേൽപ്പിക്കലാണ്. കാരണം എന്താ തവക്കുൽ പറഞ്ഞാൽ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത എന്നതാണ് തവക്കുൽ പറഞ്ഞാൽ. അഥവാ നീ നൽകുന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിന് നൽകാൻ ആരുമില്ല, എൻ്റെ വിശ്വാസത്താണ്. അപ്പം എൻ്റെ യാത്രയെ തടയാൻ ഒരു കറുത്ത പൂച്ചക്കാവില്ല. എൻ്റെ യാത്രയെ തടയാൻ, അല്ലെങ്കിൽ എനിക്കൊരു പ്രയാസമുണ്ടാക്കാൻ, പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസം തടുക്കാൻ ഒരു കറുത്ത ചരടനാകില്ല. എനിക്കൊരു പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പനി ഇല്ലാതെയാക്കാൻ ഞാൻ മന്ത്രി ചുതിക്കെട്ടിയ നൂലിന് സാധ്യമല്ല എന്നുള്ള ആ വിശ്വാസം. കാരണം എന്താണ്? തടയുന്നവൻ നീയാണ്, നൽകുന്നവൻ നീയാണ്. നീ അല്ലാത്തൊരാൾ നൽകുന്നില്ല, നീ അല്ലാത്തൊരാൾക്ക് തടയാനുള്ള ശേഷിയില്ല താനും എന്ന വിശ്വാസമാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയോട് പറയുന്നത്, യാ ഗുലാം, പൊന്നുമോനെ, ഇനി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാക്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇബ്നു അബ്ബാസ് എന്ന ചെറിയ ആളാണ്, ചെറിയ കുട്ടിയാണ്. മുത്തുനബി വാഹനത്തുമ്പോൾ പോവാണ്, നബിയാണ് വാഹനം ഓട്ടുന്നത്. ഇബ്നു അബ്ബാസ് തൻ്റെ ബാക്കിൽ ഇരിക്കുകയാണ്. ആ ഇബ്നു അബ്ബാസിനോട് മുത്തുനബി പറയാണ്, പൊന്നുമോനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ല യഹ്ഫദക്ക്, നീ റബ്ബിനെ സൂക്ഷിക്കുക, റബ്ബ് നിന്നെ സംരക്ഷിക്കും. നോക്കുങ്ങൾ, ചെറിയ കുഞ്ഞിളം മനസ്സിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിൻ്റെ വാക്യങ്ങളാണ് ഇട്ടുകൊടുക്കുന്നത്. കാരണം എന്താണ്? ആ മനസ്സിൽ ആ തൗഹീദ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ശിർക്കും ആ മനസ്സിലേക്ക് കയറി ചെല്ലില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ പണ്ടത്തെ ആൾക്കാരൊക്കെ അവർക്ക് തൗഹീദിലുണ്ടായിരുന്ന അത്ര വിശ്വാസം എന്തില്ല, ശേഷം വന്നവർക്കില്ല. അതിന് ശേഷം വന്നവർക്ക് പിന്നെ അത്രയില്ല. അങ്ങനെ ഇല്ലാതെയാവുക ചെയ്യാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി പറയാം, അള്ളാഹ് നിന്നെ സംരക്ഷിക്കാനുള്ള മാർഗം എന്താണ്? നീ റബ്ബിനെ സൂക്ഷിക്കുക. യഹ്ഫദില്ലാ തജിദുഹു തുജാഹക, നീ റബ്ബിനെ സൂക്ഷിക്കുക. കാരണം എന്നാൽ നിന്റെ മാർഗത്തിലൊക്കെ നിനക്ക് റബ്ബിനെ കാണാമെന്നാണ്. നീ സംസാരിക്കുന്നതിൽ, പെരുമാറുന്നതിൽ, ഇടപെടുന്നതിൽ, തൊടുന്നതിൽ, സ്പർശിക്കുന്നതിൽ, ഇവിടെയൊക്കെ റബ്ബിൻ്റെ ഒരു സാമീപ്യം ഉണ്ടാകുന്ന. കാരണം എന്താണ്?
ഇവൻ റബ്ബിന്റെ സംരക്ഷണത്തിലാണ് ഇവൻ നടക്കുന്നത്. റബ്ബിന്റെ സംരക്ഷണമാകുമ്പോഴോ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാണൂല, റബ്ബിന് ഇഷ്ടമില്ലാത്ത കേൾക്കൂല, റബ്ബിന് ഇഷ്ടമില്ലാത്ത സംസാരിക്കൂല, റബ്ബിന് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ അവൻ ഇടപെടില്ല. അതിനെന്ത് വേണം? നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. എന്നിട്ട് അള്ളാഹു റസൂൽ പഠിപ്പിക്കട്ടോ, ഇദാ സഅൽത ഫസ്അലില്ല, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കുക. ചെറിയ പിഞ്ചു കുഞ്ഞിനോട്, ചെറിയ കുട്ടിയോട് നീ പഠിപ്പിക്കണം, നീ വല്ലതും ചോദിച്ചാൽ റബ്ബിനോട് ചോദിക്കേണ്ടത്. അത് ലോകത്താരോ ഒരാളോടുമല്ല, ഏതെങ്കിലും ഒരു വസ്തുവിനോടോ റബ്ബിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മലക്കുകളാവട്ടെ, നബിമാരാവട്ടെ, അമ്പിയാക്കന്മാരാവട്ടെ, മുർസലീങ്ങളാവട്ടെ, ജിന്നുകളാവട്ടെ, മരങ്ങളാവട്ടെ, ആരായിരുന്നാലും നീ ചോദിക്കരുത്. വൈദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, റബ്ബിനോട് മാത്രം സഹായം തേടുക. അതാണല്ലോ നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞത്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന പ്രഖ്യാപനം. അതാണ്, ഞാൻ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് എന്നാണ്. അതുകൊണ്ട് നീ സഹായം തേടുകയാണെങ്കിൽ റബ്ബിനോട് മാത്രം സഹായം തേട്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രം ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പഠിപ്പിക്കുകയുണ്ടായി, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബല്ലാഹു അലൈക്. നീ മനസ്സിലാക്കണം, ലോകം മുഴുവനും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. ലോകത്തുള്ള എല്ലാ ആൾക്കാരും, അതിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയും അതേപോലെ എല്ലാ കഴിവുകളുമുള്ള അമേരിക്കയുണ്ട്, ഇസ്രായേലുണ്ട്, എല്ലാ നാടും ആ നാട്ടുകാരും മുഴുവനും അവർക്കുള്ള എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി അവരൊന്നിച്ചിരിക്കുകയാണ്. പക്ഷേ റബ്ബിൽ വിശ്വസിക്കുന്നൊരു മനുഷ്യൻ്റെ, തൗഹീദുള്ളൊരു മനുഷ്യൻ്റെ വിശ്വാസം തരങ്ങളും ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബല്ലാഹു അലൈക്, അള്ളാഹ് നിനക്ക് വിധിച്ചത് എന്താണോ അത് മാത്രമേ അവർക്ക് ബാധിപ്പിക്കാൻ കഴിയുള്ളൂ. അവർക്കായിട്ട് നിനക്കൊന്നും ബാധിപ്പിക്കാൻ കഴിയില്ല. റബ്ബ് നിനക്ക് വിധിച്ചിട്ടുണ്ടോ അത് മാത്രം. അതല്ലാതെ ലോകം മുഴുവനും നിനക്ക് അനുകൂലമാണെങ്കിലും ഒരു കാര്യം പോലും ചെയ്തുതരാൻ അവർക്ക് സാധ്യമല്ല. അതേപോലെ മറ്റൊരു വാക്യം കൂടി നബി പറഞ്ഞു, വലോ ഇസ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. അതെന്തിനാ? അവരെല്ലാവരും നിനക്കെതിരാണ്, ലോകം മുഴുവനും നിനക്കെതിരാണ്. എന്നാലേ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബല്ലാഹു അലൈക്, അള്ളാഹ് നിനക്ക് വിധിച്ച ഒന്നല്ലാതെ വരുത്തി തീർക്കാൻ അവർക്കാർക്കും സാധ്യമല്ല എന്നാണ്. ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരു കറുത്ത പൂച്ചക്കും ഒരു കറുത്ത ചരടനും അതല്ലെങ്കിൽ മറ്റൊരു പക്ഷിക്കും ഒന്നും നമ്മളെ ഉപദ്രവിക്കുവാനോ നമുക്കൊരു ഉപകാരം ചെയ്യുവാനോ സാധ്യമല്ല എന്നുള്ള ആ അചഞ്ചലമായ, ഒരിക്കലും ചലിക്കാത്ത വിശ്വാസം, അതിനാണ് തവക്കുൽ എന്ന് പറയാം. അപ്പോൾ അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇങ്ങനെ ഒരു ശൗകര്യം നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ. രണ്ടാമതായി വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നബി പറഞ്ഞത്, നമ്മളെ മനസ്സിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് മാത്രം കുതിക്കുക, പിന്നോട്ട് വരാതിരിക്കുക. അതായത് നമ്മൾ വാഹനമായിട്ട് പുറപ്പെടുകയാണ്, നമ്മുടെ മുന്നിലുള്ളൊരു പക്ഷി അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു പൂച്ച, കറുത്ത പൂച്ച വിലങ്ങ് പാഞ്ഞു, അന്ന് നമ്മൾ യാത്ര ഒഴിവാക്കല്ലേ വേണ്ടത്. നമ്മൾ റബ്ബിൽ തവക്കുൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. നബി പറഞ്ഞേ, സലാസുൻ ലാസിമാത്തുൽ ഉമ്മത്തി, 3 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തുകളിൽ നിർബന്ധമാണ്, അനിവാര്യമാണ്, അതൊരിക്കലും ഒഴിവാക്കൂല. എന്തൊക്കെയാണത്? 1 തീറത്താണ്, ശകുനമാണ്. 2 ഹസദാണ്, അസൂയയാണ്. 3-മത്തേത് വസൂഉൽ ദന്നി, മോശമായ വിചാരങ്ങളാണ്. ആൾക്കാരെ കുറിച്ച് മോശമായത് വിചാരിക്കുക. ഇത് എത്ര പഠിച്ചാലും ആൾക്കാർ ഒഴിവാക്കാത്തതാണ്. അതെൻ്റെ സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. ആ സമയത്ത് നബിയോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, മാ യുദ്ഹിബുഹുന്ന യാ റസൂലല്ലാഹി മിൻ ഹുഫി, നബിയെ, എന്നാൽ ഈ കാര്യങ്ങൾ ആരിലുണ്ടോ അത് ഇല്ലാതെയാക്കാനുള്ള മരുന്നുണ്ടോ? നബിയോട് ചോദിക്കണം, എന്തുണ്ടായാണ് പോവുക? എന്താണ്? അതായത് ഇതിന് കുടിക്കേണ്ടത് മറ്റു മരുന്നുകളല്ലല്ലോ. എന്താണ്? അസൂയക്ക് മരുന്നില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മോശമായ വിചാരങ്ങൾക്ക്, ദുഷ്വിചാരങ്ങൾ, അതിനെന്താണ്? അതേപോലെ ശകുനം, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായാൽ അത് ഇല്ലാതെയാക്കാനുള്ള മരുന്നെന്താണ്? മുത്തനബി ചോദിക്കുകയാണ്. വസ്സലാം പറഞ്ഞേ, ഇദാ ഹസത്ത ഫസ്തഗ്ഫിരില്ല, അസൂയ തോന്നിയാൽ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. വഇദാ ദനൻത, രണ്ടാമത്തെ, നീ ഒരു ആളെക്കുറിച്ച് ദുഷ്വിചാരം നടക്കുകയാണെങ്കിൽ അഥവാ മോശമായി വിചാരിക്കുകയാണെങ്കിലോ ഫലാ തുഹഖിഖ്, നീ സത്യപ്പെടുത്താതിരിക്കുക. അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയല്ല എന്നവന് വിചാരിക്കുക. വൈദാ തത്തയ്യർത്ത, ഇനി എനിക്ക് ശകുനം നോക്കുകയാണെങ്കിലോ നിന്റെ മനസ്സിൽ ശകുനമാണ്, അതായത് ഒരു ലക്ഷണക്കേടായി തോന്നുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഫംലി, പിന്നോട്ട് നിൽക്കുകയല്ല, മുന്നോട്ട് സഞ്ചരിക്കുക. ഒരിക്കലും മാറി നിൽക്കലല്ല, ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കലല്ല, മുന്നോട്ട് മാത്രം കുതിക്കുക എന്നാണ് മുത്തുനബി അതിന് കാരണമായി കൊണ്ട് പറഞ്ഞത്. 3-മത്തേത് ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഞാൻ ഗ്രൂപ്പിലിടും, കഴിഞ്ഞ ആഴ്ച നമ്മൾ മറന്നു. ഈ പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം. അഥവാ അല്ലാഹു റസൂൽ പറയാം,
മൻ റദ്ദത്തുഹു തീറത്തു മിൻ ഹജത്തിൻ, ഏതെങ്കിലും ഒരാളെ അവൻ്റെ ആവശ്യത്തിൽ നിന്ന് ശകുനം അവനെ തടയുകയാണെങ്കിൽ ഫഖദ് അശറക്ക, അവൻ ശിർക്ക് ചെയ്തവനാണ്. നേരത്തെ പറഞ്ഞ ഇബ്സാലം അത്തീറത്തു ഷിർക്കുൻ, ശകുനം നോക്കൽ എന്താണ്? ഷിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ്, ബഹുദൈവ ആരാധനയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ അവനെ ശകുനം അവനെ തടയുകയാണെങ്കിലോ അവൻ ശിർക്ക് ചെയ്തവനാണ്. ഞാൻ രാവിലെ വണ്ടി എടുത്തിറങ്ങി, ആ വണ്ടീൻ്റെ മുന്നിൽ ഒരു കറുത്ത പൂച്ച അങ്ങോട്ട് പോഞ്ഞു. ഞാൻ കറുത്ത പൂച്ചനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് സാധാരണഗതിയിൽ ആൾക്കാർ ഒരു മോശമായി കാണുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നിൻ്റെ യാത്ര ഇല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചു എന്നോട്, അല്ല എങ്ങോട്ടാ പോകണമെന്ന് വെച്ചു. ഇനിയൊന്നും ശരിയാവൂല പറഞ്ഞ്. അല്ല, പിന്നെ എന്ത് ചെയ്യേണ്ടത്? നേരെ മുന്നോട്ട് പോവുക, ഒരിക്കലും പിന്നോട്ട് മാറാതിരിക്കുക എന്നുള്ളതാണ്. റസൂലിനോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് കഫാർ ധാരിക്കാം അല്ല നബിയെ, ഞാൻ അങ്ങനെ ഉണ്ടായി എന്ന് വിചാരിക്കുക, അതിനുള്ള പ്രായച്ചിത്തം എന്താ നബിയെ? നബി സല്ലം പറഞ്ഞേ, യഖൂലായതും നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കലാണ്, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക എന്ന് പ്രാർത്ഥിക്കലാണെന്നാണ്. ആ പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം. നമ്മുടെ മനസ്സിൽ ഇപ്രകാരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയേണ്ട വാക്ക് അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുവേ നിന്റെ നന്മയല്ലാത്തൊരു നന്മ വേറില്ല, വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക നിന്റെ ശകുനമല്ലാത്ത മറ്റൊരു ശകുനം ലോകത്തില്ല, വലാ ഇലാഹ ഗൈറുക നീയല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല എന്നാണ്. ഒന്നാമത്തത് ലാ ഖൈറ ഇല്ലാ ഖൈറുക, നിന്റെ നന്മയല്ലാത്ത മറ്റൊരു നന്മയില്ല എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകലമാന സൃഷ്ടികളും എനിക്കൊരു നന്മ ചെയ്യാൻ വേണ്ടി വിചാരിച്ചാലും നീ വിചാരിച്ചതല്ലാതെ ചെയ്യാൻ അവർക്കാർക്കും സാധ്യമല്ല. ലോകത്തുള്ള എല്ലാ ആൾക്കാരും എനിക്കെതിരെ ശകുനം നോക്കുകയാണെങ്കിലും ഇല്ല, നീ വിചാരിച്ച ശകുനമല്ലാതെ എനിക്ക് ചെയ്യാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്നൊരു പ്രഖ്യാപനം. ലോകം ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിലും അതെ, എനിക്കൊന്നും എൻ്റെ ദൈവമല്ല, എൻ്റെ ദൈവം എന്ന് പറയുന്നത്, ഞാൻ ആരാധിക്കുന്നത്, ഞാൻ എൻ്റെ ആരാധ്യൻ അത് നീ മാത്രമാണ് എന്നുള്ളൊരു പ്രഖ്യാപനം. അതെ, മോശമായത് കണ്ടാലേ അല്ലാഹു റസൂൽ പറഞ്ഞ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മുത്തനബി പഠിപ്പിച്ചത്. അല്ലാഹു റസൂൽ അഹ്മദ് ഖുറൈശി പറയാണ്, ദക്കർതു തീറത്തൈൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിൻ്റെ അടുക്കൽ വെച്ചിട്ട് ഒരിക്കലേ ശകുനത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, ഹസനുഹു അൽ ഫൗലു, അങ്ങനെ ശകുനൊന്നുമില്ല, അതിൽ ഏറ്റവും നല്ലത് എന്താണ്? ശുഭലക്ഷണമാണ്. വലാ തുറുദ്ദ മുസ്ലിമൻ ഫൈദാ റഅദുക്കും മാ യക്റാം, അതുകൊണ്ട് അതൊരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യനെ ശകുനം മടക്കാൻ പാടില്ല. പോണ ഒരാളെ, സഞ്ചരിക്കുന്ന ഒരാളെ, മുന്നോട്ട് പോകാൻ വിചാരിച്ച ഒരാളെ, ഒരു കാര്യം തീരുമാനിച്ച ഒരാളെ അതിനെ പിന്തിരിപ്പിക്കാൻ പാടില്ല. ഫൽയഖുൽ, എന്നാൽ ഇനി അയാൾ ഇപ്രകാരം പറയട്ടെ, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാത്തി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യാത്തി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക എന്നാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. അതിനർത്ഥം എന്താണ്? അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാത്തി ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ നന്മ കൊണ്ടുവരുന്നവരാരുമില്ല, വലാ യദ്ഫഉ സയ്യാത്തി ഇല്ലാ അൻത നീയല്ല തിന്മയെ തടുക്കുന്നവരുമാരുമില്ല, നന്മയെ കൊണ്ടുവരാൻ നിനക്ക് മാത്രം, നീ മാത്രം സാധിക്കുക, നീ മാത്രമേ കൊണ്ടുവരുള്ളൂ. തിന്മയെ തടയാനാണെങ്കിലോ നീ അല്ലാതെ ഒരാളും തന്നെ തിന്മയെ തടയുന്നവരുമില്ല. അതുകൊണ്ട് നീ തടയുന്നതാണ് തിന്മ എന്ന് പറയുന്നത്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക, നിന്റേതല്ലാത്ത കഴിവും പ്രതാപവും ഒന്നുമില്ല താനും. മറ്റുള്ള കഴിവുകളൊക്കെ പരിധിയുള്ളതാണ്, അതിന് ചില പിന്നെന്താ പറയാം പരിധികളുണ്ട്. എന്നാൽ നിന്റെ കഴിവാണെങ്കിലോ പരിധിയില്ലാത്തതാണ്. എത്ര കഴിവുള്ളവനാണ്, അതിൻ്റെ മേലിനൊരു കഴിവില്ലാത്തവനാണ് നീ. അതുകൊണ്ട് നിന്റെ കഴിവാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന പ്രാർത്ഥനയാണ് അയാൾ പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. ഈ പ്രാർത്ഥനയും ഞാൻ ഗ്രൂപ്പിലിടാം. അത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മോശമായത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലോ ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഖുർആൻ പറയാ, ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പടച്ച റബ്ബിൽ ബരമേൽപ്പിക്കുന്നതാണ്. കാരണം അതിലൊരു ഖൈറുണ്ടാകും, അതിൽ ബരമേൽപ്പിക്കുക. പിന്നെ നമ്മുടെ മനസ്സിങ്ങനെ എക്കച്ചക്കുകയാണെങ്കിലോ അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാത്തി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യാത്തി ഇല്ലാ അൻത വലാ ഇലാഹ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക എന്നുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. മറ്റൊരു പാപമാണ് തർക്കിക്കുക എന്നുള്ളത്. നമ്മളൊരു മുസ്ലിം അനാവശ്യപരമായ കാര്യങ്ങൾ തർക്കിക്കാൻ പാടില്ല. നോക്ക് നിങ്ങൾ, മതകാര്യങ്ങൾ പ്രത്യേകിച്ചും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ അറിവില്ലാതെ തർക്കിക്കുക എന്നുള്ളത് ഒരു വലിയ കുറ്റമാണ്. ഖുർആൻ പറഞ്ഞു, വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ചില ആളുകളെ മനുഷ്യരിലുണ്ട്. വയത്തബി കുല്ല ശൈത്താനും മരീദ്, അവൻ്റെ ജോലി എന്താ നിങ്ങൾ? അവൻ ധിക്കാരിയായ പിശാചിനെയാണ് അവൻ അനുസരിക്കുന്നത്. കുത്തിബ അലൈഹി അന്നഹു മൻ തവല്ല, അവൻ്റെ മേൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ആ പിശാചിനെ എങ്ങാനും അവൻ
ഒരു മിത്രമായി സ്വീകരിക്കുകയാണെങ്കിൽ ഇന്നഹു യുദില്ലു, ആ പിശാച് അവനെ വഴിപഴപ്പിക്കും. വയഹ്ദിഹില അദാബി സഈർ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ആ പിശാച് അവന് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് മനുഷ്യ അല്ലാഹു തആല വിമർശിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ് ആരെ? അറിവില്ലാതെ പടച്ചറബിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളെ. മറ്റൊരായത്ത് ഇപ്രകാരമാണ്, വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ. ആളുകളിലുണ്ട് ചില മനുഷ്യന്മാർ, ആരാണ്? ഒരറിവുമില്ലാതെ അള്ളാന്റെ വിഷയത്തിൽ തർക്കിക്കുന്നവരും. വലാഹുദൻ, അവർക്ക് ഒരു മാർഗവുമില്ല, ഒരു വലാ കിതാബ് മുനീർ, വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥവും അവരുടെ കയ്യിലില്ല. അവരാരാണ്? അഹങ്കാരത്തോടുകൂടി പിന്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. എവിടുന്ന്? അൻസബീല, അള്ളാന്റെ മാർഗത്തിൽ നിന്നും. ലഹുഫി ദുനിയാ ഖിസ്യുൻ, അവർക്ക് ദുനിയാവിലാണെങ്കിൽ നിന്ദതയാണുള്ളത്. വനുദീഖു യൗമൽ ഖിയാമത്തി അദാബുൽ ഹരീഖ്, ഖിയാമത്ത് നാളിലാണെങ്കിലോ കത്തിയെരിയുന്ന നരകമാണ് നാം അവർക്ക് ആസ്വദിപ്പിക്കുക എന്നുള്ളത് പടച്ചറബ് പറയാണ്. അതുകൊണ്ട് അറിവില്ലാത്തവർ തർക്കിക്കാൻ പോകരുത്. എന്ത് ചെയ്യാൻ പാടില്ല? അത് സംസാരിക്കാൻ പാടില്ല. കാരണം എന്താ? നിങ്ങൾ സംസാരിക്കുന്നത് എന്തായിരിക്കും? അബദ്ധമായിരിക്കും. ആരെ വിഷയത്തിലാണ് സംസാരിക്കുന്നത്? അള്ളാന്റെ വിഷയത്തിലാണ്, മതപരമായ കാര്യങ്ങളാണ്. മതപരമായ കാര്യങ്ങളിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഒരു വലിയ പാപമായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ അപ്രകാരം ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം അതാണ്. അതിനാൽ അത് നമ്മളൊരു കുറ്റമായി കാണുക. നമ്മൾ അപ്രകാരം ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇത്തരക്കാരാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ. അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ആളുകൾ ഇവരാണെന്നാണ്. ആരാണ്? അല്ലാഹു റസൂൽ പറയാ, ഇനഅബ്ഗള റിജാലിലല്ലാഹി, പടച്ചറബ്ബിനെ ഏറ്റവും കോപമുള്ള ആൾക്കാരാണ്. അതായത് അല്ലാഹു തആല ഏറ്റവും അധികം ദേഷ്യപ്പെടുന്നവരാരോടാണ്? അൽ അലദുൽ ഖസീം, വാശിയോടെ തർക്കിക്കുന്ന ആളുകൾക്കാണ്. ചിലർക്കറിയാം അവർ തർക്കിക്കുകയാണ്, സത്യം എൻ്റെ കൂടെ അല്ല എന്നൊക്കെ അറിയാം. എന്നാലും എന്താ വെച്ചാൽ മുട്ടൊടുക്കൂല. അവസാനം പറഞ്ഞൊരു വാക്കെന്താ വെച്ചാൽ എന്നാലും എന്നാണ്. കാരണം അവന് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല, എന്നാലും അവൻ മുട്ടൊടുക്കൂല. അല്ലാഹു റസൂൽ പറഞ്ഞേ മൻലല്ല, കാരണം എന്താ വെച്ചാൽ അവർ വഴിവെച്ചവരാണ്. മാലല്ല ഖൗമുൻ ബഅദ ഹുദൻ, മാർഗദർശനത്തിന് ശേഷം ആൾക്കാർ വഴിവെക്കപ്പെടാറിങ്ങൾ കനുഅലഹി, അവർ ആ ഒരു സന്മാർഗത്തിലായിരുന്നു ഉണ്ടായിരുന്നപ്പോഴാണ് ഇല്ല ഊത്തുൽ ജദല, തർക്കിക്കുമ്പോഴാണെന്നാണ്. തർക്കം നിറഞ്ഞ രോഗം മാർക്കുണ്ടോ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം നൽകിയതിനു ശേഷം, അഥവാ ഹിദായത്ത് കിട്ടിയതിനു ശേഷം അതിൽ നിന്ന് വഴിവെച്ചു പോകുന്ന ആളുകൾ തർക്കിക്കുന്നവർ മാത്രമാണ് എന്നാണ് മുത്തുനബിയുടെ വാക്കതാണ്. അതിനാൽ നമ്മൾ തർക്കിക്കുന്നവരല്ല. നാം ഒരിക്കലും അസത്യത്തിന് വേണ്ടി തർക്കിക്കുന്നവരാകും ചെയ്യാനും പാടില്ല. റസൂൽ പറഞ്ഞ തരങ്ങൾ മൻഹാലത്ത് ശഫാഅത്തുഹു ദൂന ഹദ്ദി മിൻ ഹുദൂദില്ല, ആരെങ്കിലും ഒരാളെ റബ്ബിന്റെ ശിക്ഷ നടപ്പാക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും ശഫാഅത്ത് ചെയ്യുകയാണെങ്കിൽ, റബ്ബിന്റെ ശിക്ഷ നടപ്പാക്കുകയാണ് എന്നുവെച്ചാൽ തെറ്റ് ചെയ്തവനാണ്. ആ തെറ്റ് ചെയ്തപ്പോൾ അതിന് ശിക്ഷ ഉണ്ടാവുമല്ലോ, ആ ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും അവന് വേണ്ടി ശഫാഅത്ത് പറഞ്ഞാൽ ഫഖദ് ലാദല്ലാഹ, അവൻ റബ്ബിന് എതിര് കാണിച്ചവനാണ്. വമൻ ഖാസഹു ഫീ ബാത്തിലിൻ, എന്നാൽ അനർഹമായ വിഷയത്തിൽ ആരെങ്കിലും ഒരാൾ എതിർക്കുകയാണെങ്കിലോ വഹുയഅലം, അയാൾക്കറിയാം അവൻ തർക്കിക്കുകയാണ്, അവനറിയാം അവൻ്റെ കൂടെയല്ല സത്യം എന്നുള്ളത്, എന്നിട്ടും അവൻ തർക്കിക്കുകയാണെങ്കിലോ ലം യസ്ൽ ഫീ സഖ്തില്ല, അവൻ റബ്ബിന്റെ കോപത്തിലായിക്കൊണ്ടേയിരിക്കും. ഏതുവരേക്കും എത്തയഖുർജാനു, അതിൽ നിന്ന് അവൻ പിരിഞ്ഞു പോണത് വരെ എന്നാണ്. സാധാരണഗതിയിൽ ഈ വാഹനമൊക്കെ തട്ടുന്ന സമയത്ത് വണ്ടി കുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒച്ച ഉണ്ടാക്കുന്ന ആരാങ്ങൾ അവൻ്റെ തെക്കറിയാം ഏറ്റവും വലിയ തെറ്റുപറ്റിയിട്ടുള്ളതാണ്. ഓനാണ് ഏറ്റവും വലിയ ഒച്ചമുറി ഉണ്ടാക്കുക. അത് സാധാരണ പതിവാണ്. അതെന്താ വെച്ചാൽ ഓൻ അറിയാത്ത കൊണ്ടല്ല, പൈസ വല്ലതും കൊടുക്കേണ്ടി വരുമോ എന്നുള്ള കാരണത്താലാണ്. അവത്തരക്കാരെ പറ്റിയ മുദ്രയെ പഠിപ്പിക്കുന്നത്. ഒമൻ ഖാസമ ഫീ ബാത്തിലിൻ, അസത്യത്തിന് വേണ്ടി ആരും തർക്കിച്ചിട്ടുണ്ടെങ്കിൽ അവനതറിയാം, ഞാൻ അസത്യത്തിനാണ്, സത്യം എൻ്റെ കൂടെയല്ല, എൻ്റെ കൂടെ നീതിയില്ല, എൻ്റെ കൂടെയല്ല, എൻ്റെ എതിരാളിയുടെ കൂടെയാണ് നീതിയുള്ളത് എന്നവനറിയാം. അങ്ങനെയാണെങ്കിൽ അവൻ ആ തർക്കത്തിൽ നിന്ന് പിന്തിരിയുന്നത് വരെ പടച്ചറബിന്റെ കോപ്പത്തിലായിരിക്കും ഉണ്ടാവുക എന്നാണ് മുത്തനബി പഠിപ്പിച്ചത്. വമൻ ഖാല ഫീ മുഅ്മിൻ മാ ലൈസ ഫീഹി, ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റിയിട്ടില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയാലോ അസ്കനഹുല്ലാഹു, അല്ലാഹു തആല താമസിപ്പിക്കുന്നത് അവൻ ആ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്തിരിയുന്നത് വരെ അല്ലാഹു തആല അവനെ റദുഖത്തുൽ ഖബാൽ താമസിപ്പിക്കുന്ന. റദുഖത്തുൽ ഖബാൽ പറഞ്ഞെങ്കിലും അതെ നരകവാസികളായ മനുഷ്യന്മാർ കുടിക്കാൻ കിട്ടുന്ന പാനീയത്തിന്റെ പേരാണത്രേ അത്. അതിനാൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ മോശമായ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല. കാരണം അത് അള്ളാഹുവിനോട് എതിര് കാണിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിലോ അത് ഏറ്റവും മോശമായ കാര്യമാണ്. മുത്തനബി പഠിപ്പിച്ചൊരിക്കലേ മൻഹാലത്ത് ശഫാഅത്തുന ഹദ്ദി മിൻ ഹുദൂദില്ല, അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ നടപ്പാക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും ഒരാൾ തർക്കിച്ചു എന്നിട്ട് അവൻ അതിന് എതിര് നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിലോ അവൻ അള്ളാഹുവിനോട് എതിര് കാണിച്ചവനാണ്. ഫീ മുൽക്കിഹി, അവൻ്റെ അധികാരത്തിൽ. ഒമൻ മാത വഅലൈഹി ദൈനുൻ, ഏതെങ്കിലും ഒരാൾ മരണപ്പെടുമ്പോഴേ അവൻ്റെ മേൽ കടമുണ്ടെങ്കിൽ ഫലൈസ തമ്മ ദീനാറുൻ വല ദിർഹം,
പരലോകത്ത് ആ കടം വീട്ടാൻ അവന് ദീനാറുണ്ടാവില്ല, അതേപോലെ ദിർഹം ഉണ്ടായിരിക്കുകയില്ല. വലാകിൻ അഹ്ല ഹസനാത്തു വസ്സയ്യാത്ത്, പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? നന്മകളും തിന്മകളും മാത്രമാണ്. എന്നുവെച്ചാൽ എൻ്റെ നന്മകളെടുത്ത് ഞാൻ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കും. അതും കഴിയണില്ലാണ്ടെങ്കിലോ, എന്നിട്ടും അവസാനിക്കണില്ല, കാരണം അത്രമാത്രം ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലോ അവൻ്റെ തിന്മകൾ എടുത്തിട്ട് എൻ്റെ മേൽ ചാർത്തപ്പെടും. അതാണ് അവിടെ നന്മയും തിന്മയും മാത്രമേ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. വമൻ ഖാസമ ഫീ ബാത്തിലിൻ, അനർഹമായ വിഷയത്തിൽ, അസത്യത്തിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും തർക്കുകയാണെങ്കിലോ, വഹുവയായാലും അറിഞ്ഞുകൊണ്ടാണ് തർക്കിക്കുന്നത്, ലം യസൽ ഫീ സഖ്തില്ലാഹി അസ്സ വജല്ല, അവൻ പടച്ചറബിൻ്റെ കോപത്തിലായിക്കൊണ്ടേയിരിക്കും. ഏതുവരേക്കും? അവൻ ആ വാക്കിൽ നിന്ന് മടങ്ങുന്നത് വരെ. വമൻ ഖാല ഫീ മുഅ്മിനിൻ മാ ലൈസ ഫീഹി, അതേപോലെ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഇല്ലാത്തൊരു കാര്യം പറയുകയാണെങ്കിലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നേരത്തെ പറഞ്ഞ റദഖത്തുൽ ഖബാല്, അതിലായിരിക്കും അവനെ പ്രവേശിപ്പിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ തർക്കിക്കുക മാത്രമല്ല നമ്മൾ പാടില്ലാത്ത കാര്യം, തർക്കിക്കുന്ന ആൾക്കാരെ സഹായിക്കാനും പാടില്ല എന്നാണ് മുത്തനബി പഠിപ്പിച്ചു. മൻ ആന അലാ ഖുസൂമത്തിൻ ബിദുൽമിൻ, ആരെങ്കിലും ഒരാൾ തർക്കിക്കണം. എന്തിനാണ് തർക്കിക്കണത്? അസത്യത്തിനാണ്, അനീതിക്ക് വേണ്ടി തർക്കിക്കണത്. അങ്ങനെയാണെങ്കിലും ഫഖദ് ബാഅ ബിഗളബി മിനല്ലാഹി അസ്സ വജല്ല, അവനെ പടച്ചറബിൻ്റെ കോപത്തിന് അർഹനായി എന്നാണ്. അള്ളാഹിൻ്റെ കോപത്തിന് അവൻ അർഹനാകുകയാണ്. എന്തേ? അവൻ ചെയ്ത തെറ്റെന്താണ്? അവൻ ചെയ്ത തെറ്റ് തർക്കിക്കല്ല, തർക്കിക്കുന്നവൻ്റെ കൂടെ അവൻ്റെ കൂടെ സത്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ്റെ കൂടെ നിന്നതാണ്. അതിനാൽ അപ്രകാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അതാണ് ചില കാര്യങ്ങളിലെ തർക്കം പാടില്ല എന്ന് മാത്രമല്ല, അത് കുഫറാണെന്നാണ് മുത്തനബി നമ്മെ പഠിപ്പിച്ചത്. എന്താ കുഫർ? കാരണം പറഞ്ഞു, മൻ കദിബ ബിൽ ഖദരി, ആരെങ്കിലും ഒരാളെ ഖദറിനെ കളവാക്കുകയാണ്, അള്ളാഹിന്റെ വിധിവിലക്കുകൾ ഒരാൾ കളവാക്കുകയാണ്, ഔ ഖാസമ ഫീഹി, അതല്ലെങ്കിലോ ആ വിധിയിൽ അവ തർക്കിക്കുകയാണ്. അള്ളാഹിന്റെ ഖദാവിലും ഖദറിലുമാണ് അവൻ്റെ തർക്കം. അങ്ങനെയാണെങ്കിലോ ഫഖദ് കഫറ ബിമാ ജിഅ്തു ബിഹി, അവൻ ഞാൻ കൊണ്ടുവന്നതിൽ കാഫിറായവനാണ്, അവിശ്വസിച്ചവനാണ്. എന്നുവെച്ചാൽ ഖദർ തർക്കിക്കുന്നവനാരാണ്? കാഫിറാണ്. ഖദറിന്റെ വിഷയത്തിൽ അതിനെ നിഷേധിക്കുന്നവനാരാണ്? അവനും കാഫിറാണ്. വജഹദ ബിമാ ഉൻസില അലയ്യ, അത് മാത്രമല്ല എൻ്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനുണ്ടല്ലോ, അതിലവൻ നിഷേധിച്ചവരുമാണെന്നാണ്. അതിനാൽ നമ്മളെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ തർക്കിക്കുന്നവരാകാൻ പാടില്ല. പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ ഖദറിൽ അതിനെ നിഷേധിക്കുന്നവരോ തർക്കിക്കുന്നവരാകാൻ പാടില്ല. മുത്തനബി പഠിപ്പിച്ചു, ജിദാലും ഫിൽ ഖുർആനി കുഫ്റുൻ എന്നാണ്. അതായത് ഖുർആന്റെ വിഷയത്തിൽ തർക്കിക്കുക എന്നുള്ളത് അത് കുഫ്റാണ്, സത്യനിഷേധമാണ്, ഇസ്ലാമിന് പുറത്തു പോകുന്ന വിഷയമാണ്. അൽ മിറാഉ ഫിൽ ഖുർആനി കുഫ്റുൻ, ഖുർആൻ സംശയം വെക്കൽ പോലും കുഫറാണെന്നാണ് മുത്തനബി നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും അധികം ഭയപ്പെട്ട എന്താ നിങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി അഖാഫു അലൈക്കും സലാസ, ഞാൻ നിങ്ങളോട് പേടിക്കുന്ന കാര്യം 3 കാര്യമാണ്. നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും അധികം പേടിക്കുന്നത് 3 കാര്യമാണ്. ഒന്നെന്താണ്? ജിദാലുൽ മുനാഫിഖ് ബിൽ ഖുർആനി, മുനാഫിക്കായ മനുഷ്യൻ ഖുർആന്റെ വിഷയത്തിൽ തർക്കിക്കലാണെന്നാണ്. ഖുർആന്റെ വിഷയത്തിന് ഒരു മുനാഫിക്കായ മനുഷ്യൻ തർക്കിക്കുക. എന്താ മൂമിനെ പറയാത്ത? എന്താ മൂമിൻ തർക്കിക്കാത്തവനാണ്, ഖുർആന്റെ വിഷയത്തിൽ തർക്കിക്കാത്തവനാണ്. ആരാണ് ഈ മുനാഫിക്കാരൻ? ആരാ? അവനതിൻ്റെ വാവ് അറിയൂല, ലാ അലിഫ് അറിയൂല, എന്നുവെച്ചാൽ അർത്ഥം ഖുർആൻ അക്ഷരങ്ങളൊന്നും അറിയില്ല, എന്നിട്ട് ആ വിഷയത്തിൽ അവൻ എന്താണ്? തർക്കിക്കുകയാണ്. യുജാദിലുന്നാസ, ആ ജനങ്ങൾ തർക്കിക്കും, അന്നോജത്തരി മിനുക്കും, കാരണം അവനാണ് അവൻ ഏറ്റവും അധികം തർക്കശേഷിയുള്ളവനാരാണ്. എന്തിനാണത്? ലിയുദില്ലു മൻ ഹുദ, മാർഗദർശനത്തിന് സന്മാർഗത്തിൽ നിന്ന് മറ്റുള്ള മനുഷ്യന്മാരെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമതായി ഉമർ റളിയല്ലാഹു അൻഹു പേടിക്കുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ മേൽ വസല്ലത്തു ആലിം, പണ്ഡിതന്മാരുടെ വീഴ്ചയാണ്, പണ്ഡിതന്മാരുടെ പക്കൽ തെറ്റുപറ്റലാണ്, പണ്ഡിതന്മാർക്ക് വീഴ്ച സംഭവിക്കലാണ്. കാരണം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞാലേ ആകാശലോകങ്ങളിൽ വഴി കാണിക്കാൻ വേണ്ടി പടച്ചറബ് നിശ്ചയിച്ച, അല്ലെ ആകാശലോകങ്ങൾക്ക് സൗന്ദര്യമായിക്കൊണ്ട് പടച്ചറബ് നിശ്ചയിച്ച നക്ഷത്രങ്ങളുണ്ടല്ലോ, ആ നക്ഷത്രങ്ങൾ സമാനമാണ് ഭൂമി ലോകത്തുള്ള പണ്ഡിതന്മാരെന്നാണ്. അതേ അവര് മാർഗദർശനം നൽകേണ്ടവരാണ്, സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ്, അവർ ഈ നാട്ടിൽ വഴി കാണിച്ചു കൊടുക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് അവർ വഴിവെച്ചാലോ ഞാൻ ഈ സമൂഹത്തിന്റെ മേൽ ഏറ്റവും അധികം പേടിക്കുന്ന രണ്ടാമത്തെ കാര്യം അതാണെന്നാണ് ഉമർ റളിയല്ലാഹു തആല പഠിപ്പിക്കുന്ന. അതാണ്. മൂന്നാമത്തേത് വഅയിമ്മത്തുൽ മുദില്ലീൻ, മറ്റൊന്നെന്താണ്? അതെ, വഴിവെച്ച ആളുകളുണ്ടല്ലോ, ആ വഴിവെച്ച ആളുകളുടെ നേതൃത്വമാണ്. അവരാണ് നേതൃത്വം, അവരാ നേതാക്കന്മാര്. അവർക്ക് എന്തറിയില്ല? മതപരമായ കാര്യങ്ങൾ അറിയില്ല. അവര് വഴിവെച്ചവരാണ്, അവർക്ക് വിശ്വാസമില്ലാത്തവരാണ്, ആദർശമില്ലാത്തവരാണ്, കർമ്മങ്ങൾ ചെയ്യാത്തവരാണ്, ഇബാദത്ത് ചെയ്യാത്തവരാണ്. കാരണം അവര് വഴിപിഴച്ച നേതൃത്വമാണ്. സലാത്തും ബിഹിന്ന യഹ്ദി സമൻ, ഈ 3 ആളുകളെ കൊണ്ടാണ് സമൂഹം നന്നാവുക എന്നാണ്.
മറ്റൊരു വാക്യപ്രകാരമാണ് അഖ്വഫു മാ ഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേലെ ഏറ്റവും അധികം പേടിക്കുന്നത് ജിദാലുൽ മുനാഫിഖ്, മുനാഫിക്കായ മനുഷ്യന്റെ തർക്കമാണ്. അവൻ ആരാണ്? അലീമിൽ ലിസാൻ, നീണ്ട നാവിനുടമയാണ്. വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും വലിയ ആലിമാന്നുള്ളത്, ഒരു ചുക്കും അറിയില്ല, ഒന്നും അറിയാത്തവനാ. പക്ഷെ തർക്കം കണ്ടാലോ ഏറ്റവും വലിയ തർക്കിക്കുന്നവരുമാണ്. ചിലരുടെ നാവ് അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ലാഹു റസൂൽ തന്റെ റൂമിന് പുറത്ത് ഒരു തർക്കം നടക്കുകയാണ്. മുത്തുനബി കേട്ടുകൊണ്ട് പുറത്തിറങ്ങുകയുണ്ടായി. അപ്പോൾ നബി പറഞ്ഞേ, ഇന്നമാന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ഹസും, എന്റെ പക്കലേക്ക് തർക്കിക്കുന്ന ആൾക്കാർ വരും. എന്താണ്? സമ്പത്തിന് വിശി തർക്കിക്കും, ഇതെന്റേതാണ് എന്നൊരാൾ പറയും, അത് അവൻ്റെതല്ല അത് എന്റേതാണെന്ന് മറ്റൊരുത്തൻ പറയും. അങ്ങനെ എൻ്റെ അടുക്കലേക്ക് ഒരാൾ വരുമ്പോഴേ, രണ്ടാൾക്കാർ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ഞാൻ അവരുടെ സംസാരങ്ങൾ കേൾക്കും. അങ്ങനെ വരുമ്പോഴോ ഒരാൾ മറ്റൊരുത്തനേക്കാൾ സംസാര വൈഭവമുള്ളവനാണ്, സംസാരിക്കാൻ കഴിവുള്ളവനാണ്. ഞാനെന്താ വിചാരിക്കുക? ഇവന്റെ വാക്കുകൾ കേട്ട് സംസാരത്തിന്റെ കഴിവ് കേട്ടുകൊണ്ട് മറ്റൊരുത്തന്റെ സമ്പത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനത് അവന് വിധിച്ചു കൊടുക്കും. എന്നിട്ടേ അങ്ങനെ വന്നാൽ ഫമൻ ഖളൈതുറൂബി ഹഖി മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ അവകാശമെങ്ങാനും ഞാൻ മറ്റൊരുത്തന് ഇവന്റെ വർത്തമാനം കേട്ടുകൊണ്ട് ഞാൻ വിധിച്ചു കൊടുക്കുകയാണെങ്കിലോ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, നബി വിധിച്ചു തന്നതല്ലേ, കോടതി തന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരുത്തന്റെ സമ്പത്തെടുത്തുകൊണ്ട് നിങ്ങൾ നടക്കണ്ട. കാരണം എന്താണ്? ഫഇന്നമ ഹിയ ഖിത്അതുൻ മിനന്നാർ, അത് നരകത്തിനൊരു കഷ്ടമാണ്, അത് നരകത്തിനൊരു കഷ്ടമാണ്. അതുകൊണ്ട് ഫലിയുഖുദ്ഹ ഔ ഫലിയത്റുക്ഹ, വേണമെങ്കിൽ എടുത്തോട്ടെ, അല്ലെ ഒഴിവാക്കി കളയുന്ന. എടുത്തോട്ടെ അർത്ഥം എടുക്കാൻ നല്ല സാധനമല്ല, അത് നരകത്തിലെ തീയാണ്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ടതില്ല. ചില മനുഷ്യന്മാർക്ക് അതെ കള്ളക്കേസ് കൂടി ഇങ്ങോട്ട് കോടതി വിധിച്ചു. കോടതി എന്താ വെച്ചാൽ കോടതി ബോധിപ്പിക്കുന്ന ന്യായമല്ലല്ലോ, അന്യായമാണ്. അങ്ങനെ ബോധിപ്പിച്ച് കോടതി വിധിക്കണം. വിധിച്ചപ്പോഴോ പിന്നെ അനർഹമാണെന്നുള്ളവന് അറിയാം. അപ്പോൾ പറഞ്ഞ വെച്ചാൽ കോടതി തന്നതല്ലേ, ജഡ്ജി വിധിച്ചതല്ലേ. അത് ഹറാമായ ഒരു കാര്യം ഹലാലാക്കാൻ ജഡ്ജിയുടെ വിധിയല്ല മാനദണ്ഡമാക്കേണ്ടത്. അത് ഹലാലാണോ അല്ലേ, അത് എനിക്ക് അനുവദനീയമാണോ അല്ലേ എന്നുള്ള പടച്ച റബ്ബിന്റെ നിയമങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ഹലാലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, സത്യത്തിന്റെ വൈരികൾ പറഞ്ഞാൽ അങ്ങനെയാണ്. ചില മനുഷ്യന്മാരുണ്ട് അങ്ങനെ. അവരാരാന്ന് നിങ്ങൾ? അവര് ഭൗതിക ലോകത്തിലുള്ള സംസാരങ്ങൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തും. അവിടെ കൽബുകളുള്ളതിനെ റബ്ബിനെ അവർ സാക്ഷി നിർത്തുകയും ചെയ്യും. വല്ലാഹി വല്ലാഹി പറഞ്ഞിട്ട് അവർ സംസാരിക്കുക, റബ്ബാണ് സത്യം എന്നൊക്കെ ഒരു പറയും. കാരണം എന്താണ്? അവിടെ സംസാരങ്ങൾക്ക് ഒരു വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. അവരാരാന്ന് പറയുന്നത് വഹുവ അലദ്ദുൽ ഹിസാം, അവരാണ് സത്യത്തിന്റെ വൈരികൾ, ശത്രുക്കൾ. വൈദാ തവല്ല സഅഫിൽ അർദി യുഫ്സിദ ഫീഹാ, പ്രവാചകരെ, അവർ നിങ്ങൾ തർക്കിച്ചതിന് ശേഷം നിങ്ങളെ പക്കലിൽ നിന്ന് അവർ പുറത്തിറങ്ങി പോകാനുണ്ടെങ്കിലോ, പിന്തിരിഞ്ഞു പോയാലോ, എന്തിനാ അവർ ആഗ്രഹിക്കുന്ന നിങ്ങൾ? ഭൂമി ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ്. വയുഹ്ലിക്കൽ ഹർസ വന്നസ്ല, മക്കളെ കൊല്ലാനാണ്, കൃഷി നശിപ്പിക്കാനാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അതിനാൽ നിങ്ങൾ ഒരിക്കലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാകരുത്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കുഴപ്പം ആഗ്രഹിക്കാത്തവനാണ്, ഫസാദ് ആഗ്രഹിക്കാത്തവനാണ് എന്നാണ് മുത്തുനബിന്റെ വാക്കതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഹദീസ് പറഞ്ഞുകൊണ്ട്. അതാണ് റസൂൽ പറയാണ്, സ്വർഗത്തിൽ 3 വീടുകൾ മുത്തുനബി ഒരു സംഘത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യങ്ങൾ അനസഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഞാനൊരു വീട് ഗ്യാരണ്ടി നൽകാം. ആർക്കെന്നറിയുമോ? ലിമൻ തറക്കൽ മിറാ, തർക്കം ഒഴിവാക്കുന്നവന്. വഇൻകാന മുഹിഖൻ, അവൻ അർഹതപ്പെട്ടതാണെങ്കിലും അവൻ അവകാശപ്പെട്ടതാണ്, എന്നിട്ടും തർക്കിക്കണില്ല. കാരണം എന്താണ്? തർക്കിക്കുമ്പോഴാണ് കച്ചറ ഉണ്ടാകുക, പ്രശ്നങ്ങൾ ഉണ്ടാകുക തർക്കിക്കുമ്പോഴാണ്. അപ്പോൾ പറയും ഇല്ല എനിക്ക് വേണ്ട, തർക്കിക്കാനില്ല, അവന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനില്ല. അങ്ങനെയാണെങ്കിൽ അവന് സ്വർഗത്തിന്റെ ഓരത്ത് ഞാൻ വീട് ഗ്യാരണ്ടി നൽകാം. രണ്ടാമത്തേത് ജന്ന, സ്വർഗത്തിന്റെ സെന്ററിൽ വീട് ഞാൻ ഗ്യാരണ്ടി നൽകാം. ആർക്കാണ്? ലിമൻ തറക്കൽ കദിബ വഇൻകാന മാസിയൻ, കളവ് ഒഴിവാക്കിയവനാണ്, കളവ് പറയാത്തവനാണ്, കളവ് സംസാരിക്കാത്തവനാണ്, കളവ് ചെയ്യാത്തവനാണ്. വഇൻകാന മാസിയൻ, തമാശക്കാണെങ്കിൽ പോലും കളവ് പറയാത്തവനാണ്. അത് ഞാൻ വെറുതെ തമാശക്കാരനത് ഇനി എന്നല്ല, തമാശക്ക് പോലും കളവ് പറയാത്ത ഒരാൾക്ക് സ്വർഗത്തിന്റെ സെന്ററിൽ വീട് നൽകുക എന്നുള്ളത് മുത്തുനബിയുടെ ഓഫറാണ്, കരാറാണ്. അവസാനത്തെ ഇതാണ്, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് ഞാൻ ഗ്യാരണ്ടി നൽകാം. അതാർക്കെന്നറിയങ്ങൾ? ലിമൻ ഹസ്സന ഖുലുഖു, സൽസ്വഭാവികൾക്കാണ്, സ്വഭാവം നന്നാക്കുന്നവർക്കാണെന്നാണ്. അതേ, നമുക്ക് സ്വർഗത്തിന് ഉന്നതമായ ആ സ്വർഗം നമുക്ക്, ആ വീട് നമുക്ക് കിട്ടണം. ആ സ്വർഗത്തിന്റെ ഏറ്റവും സെന്ററിൽ ഒരു വീട് നമുക്ക് കിട്ടണം. കാരണം എന്താണ്? അതാർക്കുള്ളതാണ്? തമാശക്ക് പോലും കളവ് പറയാത്തവനാണ്. അതേ, ആ സ്വർഗത്തിന്റെ സൈഡിൽ ഒരു വീടുണ്ട്. അതാർക്കാണ്? തർക്കിക്കാത്തവനാണ്, തർക്കമില്ലാത്തവനാണ്, അവൻ അർഹനാണ്, അതിന് തർക്കിക്കാനുള്ളതാണ്. ഒരാൾ പറഞ്ഞു ഒരു പൈസ ഇവിടെ ചാടി കിട്ടി, അവൻ പറയാണ് അത് ഇൻ്റെതാണ് പറഞ്ഞു.
അവനറിയാം അത് അവൻ്റെതല്ല മറ്റവൻ്റെതാണ്. പക്ഷെ തർക്കിക്കാൻ പോയില്ല. കൊടുത്തോട്ടെ, 100 റുപ്യല്ലേ 500 റുപ്യല്ലേ, അവൻ പോയിട്ടുണ്ടെങ്കിലോ കഴിഞ്ഞില്ലേ, അവിടെ തർക്കിക്കാനില്ല. ആ തർക്കിക്കാത്തവനാണ് അവൻ അർഹനാണതിന്. കാരണം എന്താണ്, അത് അവൻ്റെതാണ്, അത് അവനറിയാം, എന്നുള്ളത് തർക്കിക്കാൻ പോയില്ല. മനസ്സിലായില്ലേ? സ്വത്ത് ഒരുക്കുമ്പോഴൊക്കെ, ബാപ്പൻ്റെ സ്വത്ത് ഒരുക്കുമ്പോൾ മക്കൾ തല്ലുകൂടുന്നത് ആരാണോ വിട്ടുവീഴ്ച കാണിക്കുന്നത്, ആ വിട്ടുവീഴ്ച കാണിക്കുന്നവർക്കാണ് നമ്മൾ ഈ പറഞ്ഞ പ്രതിഫലമുള്ളത്. എന്ത്? സ്വർഗത്തിൻ്റെ ഓരത്തൊരു വീടുള്ളത് അവർക്കുള്ളതാണ്. മനസ്സിലായല്ലോ? അതിനാൽ ആ വീടാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. പടച്ചറബ് ആ വീടുകൾ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ പക്കൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ അല്ലാ. നരകശിക്ഷയിൽ നിന്നും ഖബർശിക്ഷയിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ ഇരിക്കുന്ന ഇതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ റഹ്മാനെ. റഹ്മാൻ റഹീമുമായ നാഥ, ഇസ്സത്തുള്ള മുസ്ലിങ്ങളായി ജീവിക്കാൻ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുള്ളൊരു മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ റഹ്മാനെ. ഒരുപാട് സതുദ്ദേശങ്ങളുള്ള ആളുകളുണ്ട്, ആ സതുദ്ദേശങ്ങളെ നിറവേറ്റാൻ നീ സഹായിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ നിലനിൽപ്പ് നിന്റെ കയ്യിലാണ്, നിന്റെ ഇഷ്ടത്തിനാണ്, നിന്റെ ആഗ്രഹത്തിനനുസരിച്ചാണ്. റഹ്മാൻ റഹീമായ നാഥ, ഞങ്ങളുടെ ഭീഷണികളെ നീ തടയണേ റബ്ബേ. ഞങ്ങളുടെ ശത്രുക്കൾ ആരായിരുന്നാലും അവരെ നീ പരാജയപ്പെടുത്തുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹിയാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.